ഹായ്, നമുക്ക് ഈസിയായിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു ബൗളെടുത്ത് അതിനകത്തൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അതിനുശേഷം നമ്മൾ ഈ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലുള്ള നല്ല മിക്സ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് സബോളയും തക്കാളിയും, ഒരു മീഡിയം തക്കാളിയാണ്, പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലിട്ട് പേസ്റ്റാക്കിയത്. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അത് നമ്മൾ ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഓരോരോ ചെമ്മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് നമുക്കെല്ലാം ഇതിനകത്തോട്ട് ഇട്ടെടുക്കാം. ഇവിടെ ഞങ്ങൾ 2 ആയിട്ടാണ് വറക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മൊരിച്ചെടുക്കാം. മൊരിച്ചല്ല, ഒത്തിരി ഓവറായിട്ട് മൊരിഞ്ഞു പോകണ്ട, ഒരു അത്യാവശ്യം രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി എടുത്ത്, വേറെ ചട്ടിയല്ല, ചെമ്മീൻ വറുത്ത് തന്നെയാണ്. അതിനകത്ത് മുളകിൻ്റെ ഇത് കിടന്നുകൊണ്ട് നമ്മളത് കഴുകിയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ സബോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒന്ന് വറക്കാൻ വെച്ചു. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയില്ലേ, അത് നല്ല രീതിയിൽ പേസ്റ്റാക്കി ഇതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കും. ഇതൊരു മീഡിയം അല്ല, ചെറിയ തക്കാളിയാണ്. എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഈ സവോള നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല മൊരിഞ്ഞ് വരട്ടെ സവോളയൊക്കെ വരണ്ട്. ഇത് കണ്ടില്ലേ, സബോള ഇങ്ങനെ ആയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഇരുന്ന് ചോദിച്ചാൽ നോക്കുന്നത്, വെള്ളം കൂടിപ്പോകല്ലോ. അപ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എനിക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതല്ല നമ്മുടെ അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇടുന്നതായിട്ട് ഇത് മെയിനാണ് മറന്നു പോയത്. നമ്മൾ ഈ കറിയൊക്കെ എടുത്ത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി നമുക്ക് സവോള ഒന്ന് വറുത്ത് മൊരിച്ചെടുക്കാം. നമ്മൾ സവോള ഇട്ട് നല്ല മൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സവോള വഴണ്ട് വന്നപ്പോഴത്തേക്കും ക്യാരറ്റും ബീൻസും ഇതുപോലെ തന്നെ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിന് നമ്മൾ ഒരു കട്ടിയുള്ള പാത്രത്തിനകത്ത് നമ്മൾ കറി വെച്ചോണ്ടില്ല, അതെടുത്ത് വെച്ചിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ സ്പൈസസും ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ വേവിച്ച് വെച്ച അരിയാണ്. നമ്മൾ ആദ്യം ഇതിനെ മണ്ടയിലോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനും പിന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാരറ്റും ബീൻസും എടുത്ത് ഇത്തിരി കൂടിപ്പോയി, നല്ല ക്യാരറ്റ് വെച്ചാൽ
അടിപൊളിയാണ്. സോ നമ്മൾ ക്യാരറ്റും ഈ ഒന്നിനും എല്ലാം ഫ്രൈ ചെയ്ത് മണ്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.